നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. മഹാനവമി വിജയദശമി ആഘോഷലഹരിയിലാണ് നാടും നഗരവും. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പ്രസിദ്ധമായ ദേവിയുടെ പുഷ്പരഥോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. ഉപ്പുവെള്ളം കയറി കൃഷിയോഗ്യമല്ലാത്ത വയലിൽ 90ന്റെ പടിവാതിലെത്തിയ എടാട്ടുമല്ലെ കല്യാണിയമ്മയുടെ നെൽകൃഷിയിലെ വിജയഗാഥ, ബളാന്തോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ആശങ്ക തുടങ്ങി നിരവധിയായ വാർത്തകൾ ഈ ഒരു മണിക്കൂറിൽ പങ്കുവയ്ക്കാനുണ്ട്. വിശദമായി എല്ലാ വാർത്തകളിലേക്കും വരും മുൻപ് ഇന്നത്തെ തലക്കെട്ടുകൾ കാണാം. മഹാനവമി വിജയദശമി ആഘോഷലഹരിയിലാണ് നാടും നഗരവും. വിദ്യാരംഭ ചടങ്ങുകൾക്കായി വിപുലമായ ഒരുക്കം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പ്രസിദ്ധമായ ദേവിയുടെ പുഷ്പരഥോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. 19 വയസ്സുകാരിയെ കാണാതായെന്ന കേസിൽ സിദ്ധൻ പിടിയിൽ. വിദ്യാനഗർ സ്വദേശി അബ്ദുൾ റഷീദിനെയും യുവതിയെയും കർണാടക വിരാജ്പേട്ടയിൽ നിന്നാണ് ഹോസ്തർ പോലീസ് പിടികൂടിയത്. നെൽകൃഷിയിൽ വിജയഗാഥയുമായി 90ന്റെ പടിവാതിലെത്തിയ എടാട്ടുമല്ലെ മാമുനി കല്യാണിയമ്മ. ഉപ്പുവെള്ളം കയറി കൊയോങ്കര പാടശേഖരത്തിലെ എടാട്ടുമല്ലിൽ ഉൾപ്പെടെ കർഷകരെ കണ്ണീരിലാഴ്ത്തിയപ്പോൾ കല്യാണിയമ്മ പൊരുതി നേടിയ നെൽക്കതിർ സ്വർണവർണ്ണമണിഞ്ഞ് നിൽക്കുന്ന കാഴ്ച ആരെയും ആകർഷിക്കും. കാസർഗോഡ് ജില്ലാ ക്ഷീരസംഗമം വെള്ളിയാഴ്ച പെർള ഇടിയടുക്ക ശ്രീക്ഷേത്ര അന്നപൂർണ ഹാളിൽ നടക്കും. ക്ഷീരവികസന വകുപ്പിന്റെയും ജില്ലയിലെ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും നേതൃത്വത്തിലാണ് സംഘടിപ്പിക്കുന്നത്. CITU അജാനൂർ പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. അടോട്ട് AKG മന്ദിരത്തിലാണ് കൺവെൻഷൻ നടന്നത്. വാർത്തകൾ വിശദമായി. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണമായ പുഷ്പരഥോത്സവം നടന്നു. മലയാളികൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് ദേവിയുടെ പുഷ്പരഥോത്സവത്തിനായി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെത്തിയത്. വിജയദശമി ദിനത്തിലെ വിദ്യാരംഭ ചടങ്ങിനായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വാഗ്ദേവതയുടെ സന്നിധിയായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ 10,000ങ്ങളെ സാക്ഷി നിർത്തി ദേവി വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള പുഷ്പ അലങ്കൃതമായ ക്ഷേത്രം വലം ചുറ്റി. തവണ ക്ഷേത്രം വലം വെക്കുന്ന ദേവീ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള പുഷ്പാലങ്കൃതമായ രഥത്തിൽ നിന്നും നാണയത്തുട്ടുകൾ ഭക്തർക്കിടയിലേക്ക് വലിച്ചെറിയുന്നു. ഇവ സ്വന്തമാക്കാൻ ഓരോ കൈകളും വാനിലേക്ക് ഉയരുമ്പോൾ അത് നയനമനോഹര കാഴ്ചയായി മാറുന്നു. നവരാത്രി നാളുകളിൽ മലയാളികളടക്കമുള്ള ഭക്തരുടെ നിലയ്ക്കാത്ത പ്രവാഹമായിരുന്നു കൊല്ലൂരിലേക്ക്. ക്ഷേത്രം മുഖ്യതന്ത്രി നിത്യാനന്ദ അടികയുടെ കാർമ്മികത്വത്തിലാണ് കൊല്ലൂരിലെ നവരാത്രി മഹോത്സവ ചടങ്ങുകൾ നടന്നുവരുന്നത്. വിജയദശമി ദിനത്തിൽ വിദ്യാരംഭം ചടങ്ങുകൾക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സരസ്വതി മണ്ഡപത്തിലും സമീപത്തുമായി 20ഓളം പുരോഹിതന്മാരുടെ കാർമ്മികത്വത്തിലാണ് എഴുത്തിനിരുത്തൽ ചടങ്ങ് നടക്കുന്നത്. കേരളത്തിൽ നിന്നുൾപ്പെടെ 100 കണക്കിന് കുരുന്നുകൾ അക്ഷരദേവതയുടെ മുറ്റത്ത് ആദ്യാക്ഷരം കുറിക്കും. വൈകിട്ട് വിജയരഥോത്സവത്തോടെ 9 നാൾ നീണ്ടുനിന്ന കൊല്ലൂരിലെ നവരാത്രി ആഘോഷങ്ങൾ പരിസമാപ്തിയാകും. ന്യൂസ് ബ്യൂറോ, കൊല്ലൂർ. ഹോസ്തർകാവ് മാരിയമ്മ ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി വാഹന പൂജ ഭക്തിയുടെ നിറവിൽ നടന്നു. മഹാനവമി ദിനത്തിൽ നിരവധി ആളുകളാണ് ദേവി സന്നിധിയിൽ എത്തിയത്. ഹോസ്തർകാവ് മാരിയമ്മ ക്ഷേത്രത്തിൽ നവരാത്രി പൂജ മഹോത്സവത്തിന്റെ ഭാഗമായി മഹാനവമി ദിനത്തിൽ വാഹന പൂജ നടന്നു. വാസുദേവൻ നമ്പൂതിരിയുടെയും ഭരതൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് വാഹന പൂജ നടന്നത്. മഹാനവമി ദിനത്തിൽ നിരവധി ആളുകളാണ് ദേവീ സന്നിധിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
ഹോസ്ദുർഗ മാരിയമ്മ ക്ഷേത്രത്തിലെ നവരാത്രി പൂജാ മഹോത്സവത്തിന്റെ ഭാഗമായി സർവൈശ്വര്യ വിളക്ക് പൂജ നടന്നു. യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പെരികമന ശ്രീധരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് വിളക്ക് പൂജ നടന്നത്. ഹോസ്ദുർഗ ശ്രീ മാരിയമ്മ ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി സർവൈശ്വര്യ വിളക്ക് പൂജ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പെരികമന ശ്രീധരൻ നമ്പൂതിരി സർവൈശ്വര്യ വിളക്ക് പൂജയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. ദേവിയെ 9 ഭാവത്തിൽ പൂജിക്കുന്നതിൽ ഒരു ഭാവമാണ് കാത്യായനി, മഹാമായ എന്ന് പറയും. കാത്യായനി മഹാമായേ മഹായോഗിനി അധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ ഗുരുദേ നമഃ എന്നങ്ങനെ പ്രാർത്ഥിച്ച് അർച്ചന ചെയ്ത് അവരുടെ 41 ദിവസത്തെ വ്രതത്തിന്റെ ഫലമായിട്ടാണ് അവർക്ക് ഭഗവാൻ നേരിട്ട് വന്ന് അനുഗ്രഹം കൊടുത്തത്. അപ്പോൾ ഈ പൂജ നമുക്ക് ശക്തിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ശക്തി ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. എനിക്കിവിടെ ഇരിക്കണമെങ്കിൽ ശക്തി വേണം, ഇവിടെ എന്തെങ്കിലും പറയണമെങ്കിൽ ശക്തി വേണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ശക്തി വേണം. അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക, ആരോടെങ്കിലും ഒന്ന് കൈ പിടിക്കണം എന്ന് പറയും അല്ലേ? അല്ലെങ്കിൽ ഇവിടെ കൈ കുത്തേണ്ടി വരും ചിലർക്ക് കൈ കുത്തി കഴിഞ്ഞാൽ നിൽക്കുമ്പോൾ എങ്ങനെയാവുമെന്നുള്ളത് എനിക്ക് കഴിഞ്ഞിട്ട് പറയാം അല്ലേ? അതാണ് ശക്തി ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അതുകൊണ്ട് ചെറിയ ശക്തി ഒന്നും പോരാ. എനിക്ക് കാണുന്നൊക്കെ ഉണ്ട് നിങ്ങളൊക്കെ, പക്ഷെ ശക്തി കുറവായിട്ട് എങ്ങനെ വെച്ചത് പറഞ്ഞ് മനസ്സിലായില്ല. ചെറിയ ശക്തി പോരാ. പൈപ്പിന്റെ ഉള്ളിലൂടെ വെള്ളം വരുമ്പോൾ ആരും ഒഴുകി പോകാറില്ല. പുഴയിലെ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞ് ഒഴുകി പോകുന്നതുകൊണ്ടാണ്, ആ ഒഴുക്കിന് ശക്തി ഉള്ളത് കൊണ്ടാണ്. നിരവധി ആളുകളാണ് സർവൈശ്വര്യ വിളക്ക് പൂജയിൽ പങ്കാളികളാവാൻ ദേവീ സന്നിധിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ മാരിയമ്മ ക്ഷേത്ര നവരാത്രി പൂജ മഹോത്സവത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി നൽകുന്ന വിദ്യാഭ്യാസ കായിക കലാപ്രതിഭാ പുരസ്കാരങ്ങൾ കൈമാറി. നിരവധി ആളുകൾ ചടങ്ങിൽ സംബന്ധിച്ചു. ഹോസ്ദുർഗ മാരിയമ്മ ക്ഷേത്ര നവരാത്രി പൂജ മഹോത്സവത്തോടനുബന്ധിച്ച് ഹോസ്ദുർഗ ശ്രീ മാരിയമ്മ സേവാ സമിതി വർഷം തോറും നൽകി വരാറുള്ള സേവാ സമിതിയുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ കായിക കലാപ്രതിഭാ പുരസ്കാരങ്ങൾ കൈമാറി. വിശിഷ്ട അതിഥികളായി യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പെരികമന ശ്രീധരൻ നമ്പൂതിരി, ക്ഷേത്ര നവരാത്രി ആഘോഷ കമ്മിറ്റി അധ്യക്ഷൻ ഗണേഷ് സി, ജനറൽ സെക്രട്ടറി HN രാജേഷ്, മാരിയമ്മ സേവാ സമിതി അധ്യക്ഷൻ രാജേഷ് പ്രസാദ്, ജനറൽ സെക്രട്ടറി H രാജേഷ്, സമിതി ഖജാൻജിയും ആഘോഷ കമ്മിറ്റിയുടെ ഇലക്ട്രിക്കൽ വാട്ടർ സപ്ലൈ ചെയർമാനുമായ H ബാബു, ആഘോഷ കമ്മിറ്റി ഫിനാൻസ് ചെയർമാൻ ഹരീഷ് ഹെഗ്ഡെ, പ്രവാസി വ്യവസായി PV ഗംഗാധരൻ, ട്രസ്റ്റ് ബോർഡ് അംഗം സുരേഷൻ M, ക്ഷേത്ര നവീകരണ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഗംഗാധരൻ TP, നവരാത്രി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അജയൻ K, പബ്ലിസിറ്റി ചെയർമാൻ ഉദയ K, ഫുഡ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് HP, ഫുഡ് കമ്മിറ്റി കൺവീനർ വിവേകാനന്ദ H, ക്ഷേത്ര നവരാത്രി പാചകമുഖ്യൻ രാമചന്ദ്ര വാര്യർ, ക്ഷേത്ര ഉപകർമ്മി ശ്രീനിവാസൻ, മാതൃസമിതിയുടെ അധ്യക്ഷ ഹർഷിത, സെക്രട്ടറി സീന അനിൽ, ആഘോഷ കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ വിജയകുമാർ, രാധാകൃഷ്ണൻ, പ്രകാശ് മണി, സുനിൽകുമാർ, വിവേക് ബാബു, ജോയിന്റ് സെക്രട്ടറിമാരായ രഞ്ജിത്ത് H, ചേതന അശോകൻ, സേവാ സമിതി വൈസ് പ്രസിഡന്റ് പ്രീതം HP, ജോയിന്റ് സെക്രട്ടറി വിട്ടാല, മാരിയമ്മ സേവാ സമിതി ഉപസമിതി രുദ്രഭൂമി സെക്രട്ടറി ആഷി, ഖജാൻജി അഖിലേഷ് B എന്നിവർ കുട്ടികൾക്കുള്ള ആദരവ് പുരസ്കാരം കൈമാറി. തുടർന്ന് കാഞ്ഞങ്ങാട് അന്നപ്രസാദം വാട്സാപ്പ് കൂട്ടായ്മ അംഗങ്ങൾ മാരിയമ്മ സേവാ സമിതിയുടെ നവരാത്രി സമാപന ദിവസത്തെ അന്നദാന പ്രസാദ വിതരണത്തിന് തുക കൈമാറി. തുടർന്ന് നൃത്യങ്ങളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി മഹാനവമി ദിനത്തിൽ സിറ്റി ചാനലിൽ ആയുധപൂജ നടന്നു. ബ്രഹ്മശ്രീ പെരികമന ശ്രീധരൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. നോർത്ത് കോട്ടച്ചേരിയിൽ പ്രവർത്തിക്കുന്ന സിറ്റി ചാനൽ ഹെഡ് ഓഫീസിൽ മഹാനവമി ദിനത്തോടനുബന്ധിച്ച് ആയുധപൂജ നടന്നു. ബ്രഹ്മശ്രീ പെരികമന ശ്രീധരൻ നമ്പൂതിരി ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു.
സിറ്റി ചാനൽ മാനേജിംഗ് ഡയറക്ടർ TV മോഹനൻ, മാർക്കറ്റിംഗ് മാനേജർ OV നാരായണൻ, സീനിയർ എഡിറ്റർ KV സുനിൽകുമാർ, കോർഡിനേറ്റർ സ്വാതി തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഹാനവമിയുടെ ഭാഗമായി കാസർഗോട്ട് വിവിധ ദേവീക്ഷേത്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകളും പൂജവയ്പും നടന്നു. ക്ഷേത്രങ്ങളിലും മഠങ്ങളിലും വീടുകളിലും സരസ്വതിയെ ധ്യാനിച്ച് പുസ്തകങ്ങളും എഴുത്തുപകരണങ്ങളും പൂജവെച്ചു. അക്ഷരോപാസകർക്കും വിവിധ കലോപാസകർക്കും വിദ്യാർത്ഥികൾക്കും വിവിധ തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്കും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നവരാത്രി കാലം. നവരാത്രി നാളുകളിൽ വ്രതം നോറ്റ് വിദ്യാർത്ഥികൾ പുസ്തകങ്ങൾ പൂജയ്ക്ക് വെക്കുകയും വിദ്യാദേവതയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മഹാനവമി ദിനത്തിൽ വിവിധ തൊഴിലുകളിൽ ഏർപ്പെടുന്നവർ തങ്ങളുടെ പണിയായുധങ്ങളും വിവിധ കലകൾ അഭ്യസിക്കുന്നവർ അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും പൂജയ്ക്ക് വെക്കുന്നു. ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളിലും ആധ്യാത്മിക കേന്ദ്രങ്ങളിലും വായനശാലകളിലും ഇന്നലെ പുസ്തകങ്ങൾ പൂജയ്ക്ക് വെച്ചു. ഫാക്ടറികളിലും തൊഴിലിടങ്ങളിലും ആയുധപൂജ നടന്നു. മഹാനവമി ദിനമായ ഇന്നും ആയുധപൂജകളടക്കം നടന്നു. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിൽ ആയുധപൂജ ഭക്തിയുടെ നിറവിലും നടന്നു. പൂജാ ചടങ്ങുകൾക്കായി നിരവധി പേരാണ് ക്ഷേത്രസന്നിധിയിൽ എത്തിയത്. മഹാനവമി ദിനത്തിൽ കാസർഗോഡ് കൊറക്കോട് ആര്യാകാർത്യായനി ക്ഷേത്രം, ചട്ടഞ്ചാൽ മഹാലക്ഷ്മിപുരം ശ്രീ മഹിഷമർദിനി ക്ഷേത്രം, മല്ലം ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രം തുടങ്ങി ദേവീക്ഷേത്രങ്ങളിലെല്ലാം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ആയുധപൂജ, ലക്ഷ്മി പൂജ ചടങ്ങുകൾ നടന്നു. കലശപ്രതിഷ്ഠ, മഹാപൂജ, കലശവിസർജനം, പ്രസാദ വിതരണം ചടങ്ങുകളും നടക്കും. മിക്ക ക്ഷേത്രങ്ങളിലും കേന്ദ്രങ്ങളിലുമെല്ലാം വിദ്യാരംഭത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 19 വയസ്സുകാരിയെ കാണാതായെന്ന കേസിൽ സിദ്ധൻ പിടിയിൽ. വിദ്യാനഗർ സ്വദേശി അബ്ദുൾ റഷീദിനെയും യുവതിയെയും കർണാടക വിരാജ്പേട്ടയിൽ നിന്നാണ് ഹോസ്ദുർഗ് പോലീസ് പിടികൂടിയത്. 19 വയസ്സുള്ള യുവതിയെ കാണാതായെന്ന കേസിൽ വിദ്യാനഗർ, കൊല്ലം, കാനഡയിലെ അബ്ദുൾ റഷീദിനെയും യുവതിയെയും ഹോസ്ദുർഗ് പോലീസ് കർണാടക വിരാജ്പേട്ടയിൽ നിന്ന് കണ്ടെത്തി. സംഭവത്തിൽ മകളെ കാണാനില്ലെന്ന മാതാവിന്റെ പരാതിയിൽ ഹോസ്ദുർഗ് പോലീസും ഉസ്താദിനെ കാണാനില്ലെന്ന ബന്ധുവിന്റെ പരാതിയിൽ വിദ്യാനഗർ പോലീസും കേസെടുത്തിരുന്നു. പെൺകുട്ടിയുടെ മാതാവിന്റെ അസുഖം ഭേദപ്പെടുത്താനെന്ന പേരിൽ മന്ത്രവാദ ചികിത്സയ്ക്കെത്തിയ ഇയാൾ കഴിഞ്ഞ മാസം 22-നാണ് യുവതിയുമായി കടന്നു കളഞ്ഞത്. കോളേജിലേക്ക് പോയ പെൺകുട്ടിയെ വൈകുന്നേരമായിട്ടും കാണാത്തതിനെ തുടർന്ന് മാതാവ് ഹോസ്ദുർഗ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് യുവതി അബ്ദുൾ റഷീദിനൊപ്പം പോയതാണെന്ന് കണ്ടെത്തിയത്. കർണാടകയിലെ ചിന്താമണിയിലേക്കാണ് ആദ്യം പോയത്. പിന്നീട് ഏർവാടി, പാലക്കാട്, കോയമ്പത്തൂർ, ഊട്ടി എന്നിവിടങ്ങളിൽ കറങ്ങിയ ഇവർ ഇരിട്ടിയിലെത്തി. ഈ സമയത്തെല്ലാം പോലീസ് ഇവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. പോലീസ് നടത്തിയ തന്ത്രപരമായ നീക്കത്തിലാണ് ഇരുവരെയും വിരാജ്പേട്ടയിൽ നിന്നും പിടിയിലാകുന്നത്. ഇവർ സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. വിരാജ്പേട്ട പെട്രോൾ പമ്പിന് സമീപം കാറ് നിർത്തിയിട്ട നിലയിൽ കണ്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ പോലീസ് പിടികൂടിയത്. വിശദമായി ചോദ്യം ചെയ്ത പെൺകുട്ടിയെ പരവനടുക്കം മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റി. സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഉസ്താദിനൊപ്പം പോയതെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്. എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. Adinal, Kaninadu. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyanadu. Phone 0467-220-2070. 7 lives. Mansoor Hospital. Dedication, determination and dignity. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ് വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ,
ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. നെൽകൃഷിയിൽ വിജയഗാഥയുമായി 90ന്റെ പടിവാതിലിലെത്തിയ എടാട്ടുമല്ലിലെ മാമുനി കല്യാണിയമ്മ. ഉപ്പുവെള്ളം കയറി കൊയോങ്കര പാടശേഖരത്തിലെ എടാട്ടുമല്ലിൽ ഉൾപ്പെടെ കർഷകരെ കണ്ണീരിലാഴ്ത്തിയപ്പോൾ കല്യാണിയമ്മ പൊരുത്തി നേടിയ നെൽക്കതിർ സ്വർണ്ണവർണ്ണമണിഞ്ഞത് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയായി മാറുകയാണ്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ കിഴക്കൻ ഭാഗങ്ങളിലെ ഹെക്ടർ കണക്കിന് നെൽവയലുകളിൽ ഇത്തവണ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് കൃഷി ഇറക്കിയത്. കുണിയൻപുഴയിലെ അശാസ്ത്രീയ തടയണ നിർമ്മാണത്തിൽ ഉപ്പുവെള്ളം കുത്തിയൊലിച്ച് വയലുകൾ നിറഞ്ഞതാണ് പഞ്ചായത്തിന്റെ വടക്കനെതിരിലുള്ള ഈയക്കാട് പാടശേഖരം മുതൽ എടാട്ടുമ്മൽ കിഴക്കേക്കര വരെയുള്ള ഭാഗങ്ങളിൽ കർഷകർ ഇത്തവണ കൃഷി ഇറക്കാതിരുന്നത്. അവിടെയാണ് പരമ്പരാഗതമായി തൻ്റെ സിരകളിലെ ചോരയിൽ അലിഞ്ഞു ചേർന്ന നെല്ലിൻ്റെ മണം മാമുനി കല്യാണിയമ്മയെ ഊന്നുവടിയുടെ സഹായത്തിൽ കൃഷി ഇറക്കാൻ പ്രേരിപ്പിച്ചത്. 90ാമത് വയസ്സിലേക്ക് കാൽ നീട്ടിയ ഈ വയോധിക നാടൻ നെൽവിത്തുകളായ ഉമ, നമ്പ്യാരമ്മ എന്നിവക്കൊപ്പം വെറൈറ്റി ഇനമായ പൊന്നിയും വീടിനോട് ചേർന്നുള്ള അരേക്കർ സ്ഥലത്ത് കൃഷി ചെയ്തു. വയലിൽ കൃഷി ഇറക്കാനൊരുക്കിയ ഞാറ് വീടിൻ്റെ പറമ്പിൽ ചെയ്യുകയായിരുന്നു. തൻ്റെ 18ാമത് വയസ്സിൽ തുടങ്ങിയതാണ് കല്യാണിയമ്മ കൃഷിപ്പണി. എടാട്ടുമൽ പാടശേഖരത്തിലുള്ള ഒരേക്കർ നെൽവയലിൽ പതിറ്റാണ്ടുകളായി 3 വിള നെൽകൃഷി എടുത്തിരുന്നതാണ്. എന്നാൽ ഇത്തവണ വേനലിൽ ഉപ്പുവെള്ളം കയറി നാശം വന്നുവെങ്കിൽ മഴ ശക്തമായതോടെ വെള്ളം കയറിയാൽ ഇറങ്ങാൻ മാർഗമില്ലാതായി. ഇതാണ് ഇവർ വീട്ടുവളപ്പിൽ നെൽകൃഷി ചെയ്യാൻ തിരഞ്ഞെടുത്തത്. ഊന്നുവടി കുത്തി കൃഷിപ്പണികൾ ചെയ്തു വരുന്ന കല്യാണിയമ്മക്ക് മകൻ രാജേഷും കുടുംബവുമാണ് സഹായവുമായി കൂടെയുള്ളത്. നെൽകൃഷി കഴിഞ്ഞ ഉടൻ വിവിധ തരം പച്ചക്കറി കൃഷിയും എല്ലാ വർഷവും കല്യാണിയമ്മ ചെയ്യുന്നുണ്ട്. അങ്ങ് ഈ കാട്ട് വരെ ഉണ്ട്. പുണിയമ്പാലത്തിൻ്റെ അടുക്ക ആ റോഡിന് തന്നെ എൻ്റെ സ്ഥലമാണ്. അവിടെ ഉപ്പുവെള്ളം കയറിയിട്ട് ചെയ്യാനാണില്ല. അതുകൊണ്ട് ഞാറിട്ട് വീട് പണിയെടുത്തു. എന്നാലും എനിക്കിത് വേണ്ടാന്ന് വെക്കാനാവില്ല. ഈ കൃഷി രാവിലെ ഞാൻ ഇതെടുക്കുമെന്നായിരുന്നു. എനിക്ക് സ്ഥലമില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഒരുപാട് സ്ഥലമുണ്ട് എനിക്ക് അപ്പുറം എടുക്കാൻ. നെല്ല് കിട്ടുന്ന കാര്യം തന്നെയാണ് നല്ല സ്ഥലമാണ്. തൻ്റെ മനസ്സും മണ്ണും നെല്ലും വയലും ചേർന്നതാണ് തൻ്റെ ജീവനും ജീവിതവും എന്ന തിരിച്ചറിവിൽ ഉറച്ചുനിന്ന് വീട്ടുമുറ്റത്ത് 100 മേനി വിളയിച്ച മാമുനി കല്യാണിയമ്മയുടെ കരുത്ത് നാടിനും കർഷകർക്കും ഒരു കൃഷിപ്പാടം തന്നെയാണ്. 200 ഏക്കറിലധികം വരുന്ന തൃക്കരിപ്പൂരിലെ കൊയോങ്കര, എടാട്ടുമൽ, ഈയക്കാട് പാടശേഖരങ്ങളിൽ കർഷകരുടെ ദുരിതം പരിഹരിക്കാൻ അധികൃതർ മുന്നിട്ടിറങ്ങിയില്ലെങ്കിൽ പഞ്ചായത്തിലെ കിഴക്കൻ ഭാഗത്തെ നെൽകൃഷി പൂർണ്ണമായും നിലക്കുമെന്നുറപ്പാണ്. ഉറുമേസ്, തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാസർഗോഡ് ജില്ലാ ക്ഷീരസംഗമം വെള്ളിയാഴ്ച പെർള ഇടിയെടുക്ക ശ്രീ ക്ഷേത്ര അന്നപൂർണ ഹാളിൽ നടക്കും. ക്ഷീരവികസന വകുപ്പിന്റെയും ജില്ലയിലെ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും നേതൃത്വത്തിലാണ് സംഘടിപ്പിക്കുന്നത്. രാവിലെ 8-ന് സംഘാടക സമിതി ചെയർമാൻ കെ സദാനന്ദ ഷെട്ടി പതാക ഉയർത്തുന്നതോടെ പരിപാടിക്ക് തുടക്കമാകും. 9 മണിക്ക് ക്ഷീരോത്പന്ന നിർമ്മാണ പ്രദർശനം എൻമകജെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് JS സോമശേഖര ഉദ്ഘാടനം ചെയ്യും. തുടർന്നുള്ള ക്ഷീരവികസന സെമിനാറിൽ സാങ്കേതിക രംഗത്തെ വിദഗ്ധർ വിഷയാവതരണം നടത്തും. രാവിലെ 10:30 നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1000-ൽ പരം ക്ഷീര കർഷകർ പങ്കെടുക്കും. ഉദ്ഘാടന ചടങ്ങിൽ മഞ്ചേശ്വരം MLA AKM അഷ്റഫ് അധ്യക്ഷത വഹിക്കും. കാസർഗോഡ് MP കെ രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖ്യാതിഥിയായിരിക്കും. MLA-മാരായ ഇ ചന്ദ്രശേഖരൻ, NA നെല്ലിക്കുന്ന്, അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, M രാജഗോപാലൻ എന്നിവരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, മിൽമ ചെയർമാൻ KS മണി, കേരള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ VP ഉണ്ണികൃഷ്ണൻ, കേരള ഫീഡ്സ് ചെയർമാൻ K ശ്രീകുമാർ, മിൽമ ഡയറക്ടർ PP നാരായണൻ എന്നിവരും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും വകുപ്പ് മേധാവികളും ജില്ലയിലെ വിവിധ ക്ഷീരസഹകരണ സംഘം പ്രസിഡന്റുമാരും പങ്കെടുക്കും. വിവിധ വിഭാഗങ്ങളിൽ ജില്ലയിൽ ഒന്നാമതെത്തിയ ക്ഷീര കർഷകരെയും ക്ഷീരസംഘങ്ങളെയും ചടങ്ങിൽ ആദരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. 2025-26 വർഷത്തെ കാസർഗോഡ് ജില്ലയിലെ ജില്ലാ ക്ഷീര കർഷക സംഗമം ഈ തവണ നടത്തുന്നത് മഞ്ചേശ്വരം ബ്ലോക്കിലെ പെർള ക്ഷീരസംഘത്തിൻ്റെ ആതിഥ്യത്തിലാണ്. അത് നടക്കുന്നത് ഒക്ടോബർ 3-ാം തീയതി. ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി J ചിഞ്ചുറാണി അവർകളാണ്. അധ്യക്ഷനായിട്ടുള്ളത് ശ്രീ AKM അഷ്റഫ് MLA ആണ്, മഞ്ചേശ്വരം MLA. ബഹുമാനപ്പെട്ട MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖ്യാതിഥിയായിരിക്കും. കാസർഗോഡ് ജില്ലയിലെ MLA-മാരായിട്ടുള്ള
ശ്രീ ഇ ചന്ദ്രശേഖർ, ശ്രീ എൻ എ നെല്ലിക്കുന്ന്, അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു അവർകൾ, ശ്രീ M രാജഗോപാലൻ എന്നിവരെല്ലാവരും പങ്കെടുക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവും. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തല ഉദ്യോഗസ്ഥരും മറ്റുള്ള വിശിഷ്ട വ്യക്തികളും, കേരള ഫീഡ്സിൻ്റെ പ്രതിനിധികൾ, മിൽമ പ്രതിനിധികൾ എല്ലാവരും തന്നെ പങ്കെടുക്കുന്ന ഒരു വിപുലമായ ഫംഗ്ഷനാണ്. ജില്ലാ ക്ഷീരകർഷക സംഗമം നടത്തുന്നത് ക്ഷീരവികസന വകുപ്പിൻ്റെ നേതൃത്വത്തിലാണെങ്കിലും കൂടെ കൈകോർത്ത് പിടിച്ച് നമ്മുടെ തന്നെ സഹോദര സ്ഥാപനങ്ങളായ മിൽമ, കേരള ഫീഡ്സ്, മൃഗസംരക്ഷണ വകുപ്പ് എല്ലാം തന്നെ ഇതിൻ്റെ കൂടെ ഒരുമിച്ച് നിന്നാണ് ഈ ഫംഗ്ഷൻ നടത്തുന്നത്. ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ K ഉഷാദേവി, മിൽമ ഡയറക്ടർമാരായ PP നാരായണൻ, K സുധാകരൻ, ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ കല്യാണി നായർ, ടെക്നിക്കൽ അസിസ്റ്റന്റ് സിജോൺ ജോൺസൺ, ക്ഷീരവികസന ഓഫീസർമാരായ V മനോഹരൻ, S അജയൻ, ക്ഷീരസംഘം പ്രസിഡന്റ് A നാരായണ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. CITU അജാനൂർ പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. അടോട്ട് AKG മന്ദിരത്തിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. CITU അജാനൂർ പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. CITU ജില്ലാ സെക്രട്ടറി VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. എൻ്റെ മുമ്പിൽ ഒരു കൊച്ചു കുട്ടിയുണ്ട്. കുട്ടികളോട് നമുക്ക് വലിയ സ്നേഹമാണ്. ഓരോ ശിശുരോധനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടി ഈശ്വര വിലാപം എന്നാണ് മധുസൂദനൻ നായർ പാടിയിട്ടുള്ളത്. നമ്മുടെ കുട്ടികളോട് നമ്മൾ പറയും, നിങ്ങൾ ഒരിക്കലെങ്കിലും പറഞ്ഞിരിക്കും, കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മമാർ മക്കളോട് എന്താ പറയല്? നോക്കി നടക്കണമെന്നോ അല്ലെങ്കിൽ നോക്കിയിട്ട് റോഡ് കടക്കണമെന്നോ എന്നൊന്നും പറയാതെ ഒരമ്മമാരും ഉണ്ടാവില്ല. അങ്ങ് പാലസ്തീനിൽ അവിടുത്തെ അമ്മമാർ പറയുകയാണ് മക്കളോട്, റോഡ് നോക്കി നടക്കണമെന്നല്ല പറയുന്നത്, വഴി നോക്കി നടക്കണമെന്നല്ല പറയുന്നത്. അവിടുത്തെ അമ്മമാർ പറയുന്നത് മക്കളോട് മാനം നോക്കി നടക്കണം എന്നാണ്. അതെന്താ മാനം നോക്കി നടക്കാൻ പറയുന്നത്? അടുത്ത നാളിൽ ഏതാണ്ട് 485 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. അടുത്ത നാളിൽ ഏതാണ്ട് 67,000-ഓളം രക്ഷിതാക്കളാണ് കൊല്ലപ്പെട്ടത്. അതിൽ അമ്മമാരാണ് കൂടുതൽ. എന്താ കുട്ടികളോടും അമ്മമാരോടും ഇത്ര ക്രൂരത കാണിക്കുന്നത്? അതിൻ്റെ ലക്ഷ്യം വംശഹത്യയാണ്. അതാണ് പാലസ്തീനിൽ കാണുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന തമ്മാടി രാഷ്ട്രം അവിടെ പാലസ്തീൻ ജനതയെ കൊടും ക്രൂരതയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി മുഴുവൻ തൊഴിലാളികളും രംഗത്തിറങ്ങണമെന്ന CITU അജാനൂർ പഞ്ചായത്ത് കൺവെൻഷൻ പ്രമേയത്തിലൂടെ അഭ്യർത്ഥിച്ചു. CITU പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KG സജീവൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ, CITU ജില്ലാ കമ്മിറ്റി അംഗം P കൃഷ്ണൻ, P കാരിമ്പു, നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ശശി രാവണീശ്വരം, രാജൻ പാലക്കി, ദാമോദരൻ നാളിങ്കാൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് JCI അലംനൈ ക്ലബ് നാഷണൽ ചെയർമാൻ സോൺ 19 സന്ദർശനത്തിന്റെ ഭാഗമായി കുടുംബസംഗമം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളി രാജ് റെസിഡൻസ് ഹാളിലാണ് പരിപാടി നടന്നത്. കാഞ്ഞങ്ങാട് JCI അലംനി ക്ലബ്ബ് നാഷണൽ ചെയർമാൻ സോൺ 19 സന്ദർശനത്തിന്റെ ഭാഗമായി കുടുംബസംഗമം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളി രാജ് റെസിഡൻസ് ഹാളിലാണ് പരിപാടി നടന്നത്. പരിപാടി നാഷണൽ ചെയർമാൻ അഞ്ജലി ഗുപ്തബത്ര ഉദ്ഘാടനം ചെയ്തു. Sometime I heard about this point. JEC is the competitor of the JCI. I'm clear here. We all are not competitor of our organization, JCI. We all are a supporter, JCI. See, when you see my name, Anjali Gupta Batra, why my name is here? I born in a Gupta family, and after Gupta family, I am the Batra family. I learned so many things in the Gupta family. Now I am delivered in the Batra family. Same, I learned so many things in the JCI. Now I deliver in the JEC. So this is the main important thing. Yeah, clap.
my views, my experience. സോൺ 19 ചെയർമാൻ സുരേഷ് നാരായണൻ അധ്യക്ഷനായി. ചടങ്ങിൽ അംഗങ്ങളെ ആദരിക്കുകയും ചെയ്തു. മുൻ നാഷണൽ ചെയർമാൻ പ്രമോദ് കുമാർ, സോൺ പ്രസിഡന്റ് ജസിൻ ജയൻ, മുൻ ചെയർമാൻ പി സനിൽ, ബോർഡ് ഡയറക്ടർമാരായ CP പ്രമോദ്, C മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം ഓഫീസർ PP രഞ്ജിത് കുമാർ സ്വാഗതവും P സത്യൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക ഹൃദയ ദിനം ആചരിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമ VV ഉദ്ഘാടനം ചെയ്തു. പെരിയ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക ഹൃദയ ദിനം ആചരിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമ VV ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രമേശ് TG ഹൃദയദിനാചരണ സന്ദേശം നൽകി. അതുപോലെ തന്നെ ധമനികൾ, ഇതിൻ്റെ ബ്ലോക്കുമായി ബന്ധപ്പെട്ട് പിന്നീട് വരുന്ന ഹാർട്ട് അറ്റാക്ക് അതുപോലെയുള്ള അസുഖങ്ങൾ വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ ഈ ആധുനിക ജീവിതശൈലിയിൽ ഒരുപാട് ഇത്തരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ച ആൾക്കാർ മരണപ്പെടുകയോ ആൾക്കാർ എന്നേക്കുമായിട്ട് കിടപ്പിലാവുകയോ ചെയ്യുന്ന ഒരു സ്ഥിതി കൂടി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് ജനങ്ങളെ ബോധവൽക്കരിച്ചിട്ട് മുമ്പോട്ട് പോകണം. ഈ അസുഖങ്ങളിൽ വരുന്ന മരണങ്ങളെ അതുപോലെ തന്നെ കിടപ്പിലാവുന്ന സ്ഥിതിയെ തടയണം എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടനയുടെ ലക്ഷ്യം. ഗ്രാമപഞ്ചായത്ത് മെമ്പർ രാമകൃഷ്ണൻ, പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് സൂപ്പർവൈസർ ഉഷ P, ഹെൽത്ത് ഇൻസ്പെക്ടർ MV അശോകൻ എന്നിവർ സംസാരിച്ചു. ആരോഗ്യ പ്രവർത്തകർക്കും ഓട്ടോ ഡ്രൈവർമാർക്കും CPR പരിശീലനം നൽകി. ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ്, ബോധവൽക്കരണ പോസ്റ്റർ പ്രദർശനം, ഹൃദയരാഗം, സാന്ത്വന സംഗീതാലാപനം എന്നിവയും ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേക്കുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഇന്റീരിയറുകളുടെ വിസ്മയം, ഗ്ലാസ് വർക്കുകളുടെ ചടുലത ആരെയും ചുവട് വയ്പ്പിക്കും. ഈ കിച്ചൺ ക്യാബിനറ്റുകൾ കുക്കിംഗ് ഒരനുഭവമാക്കും. ദ ഹാപ്പിയസ്റ്റ് ഫാമിലി. ബെഡ്റൂം ഇന്റീരിയർ, വാതിലുകൾ സുന്ദരമായ സ്വകാര്യതയാണ്. ഇതെല്ലാമാണ് വീടെന്ന സ്വപ്നം. ന്യൂ ഇന്ത്യൻ ഗ്ലാസ് ഏജൻസി. Glass, plywood, kitchen cabinet, wide range of interior products. The biggest interior accessory showroom at North Malabar. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് സാന്ത്വന പരിചരണ പദ്ധതിയുടെ ഭാഗമായി കുടുംബസംഗമം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് സാന്ത്വന പരിചരണ പദ്ധതിയുടെ ഭാഗമായി കുടുംബസംഗമം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. പാർശ്വവൽക്കരിക്കപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു സമയത്ത്
അവരൊക്കെ സാമൂഹ്യ മുഖ്യധാരയിൽ ചേർത്ത് പിടിക്കുക എന്നുള്ളത് വളരെയധികം ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഇത്രയും ആളുകൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് സാന്ത്വന പരിചരണ രോഗികളായി, അല്ലെങ്കിൽ കിടപ്പിലായവരായി, അല്ലെങ്കിൽ ഹോം കെയർ ആവശ്യമുള്ളവരായി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെ വളരെ വൈകിട്ടാണ്. ലോകത്തിൽ മറ്റൊരിടത്തും ഇല്ലാത്ത രീതിയിൽ സാന്ത്വന പരിചരണ പദ്ധതി എന്ന നിലയിൽ കേരളത്തിൽ ആരോഗ്യ വകുപ്പിന് കീഴിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ വീട്ടിന് തൊട്ടടുത്തുള്ള ആൾ പോലും എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ ശാരീരിക അവയവങ്ങൾക്ക് ബലക്ഷയം സംഭവിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്തവരായി ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു പദ്ധതി നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കാർത്യായനി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി സുമ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിദ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MK ബാബുരാജ്, മെമ്പർമാരായ രാമകൃഷ്ണൻ, അംബിക, ലത, കുഞ്ഞമ്പു, ഷീപ, രജനി, പ്രീതി, ഡോക്ടർ ഗോപി, ഹെൽത്ത് ഇൻസ്പെക്ടർ MV അശോകൻ, കമ്മ്യൂണിറ്റി നഴ്സ് വാസന്തി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ബാലചന്ദ്രൻ കൊട്ടോടിയുടെ മോട്ടിവേഷൻ ക്ലാസ്, കിറ്റ് വിതരണം, കലാപരിപാടികൾ എന്നിവയും നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓൾ ഇന്ത്യ ഹാജീസ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി ആതിഥ്യമരുളുന്ന ഹജ്ജാജിമാർക്കുള്ള സാങ്കേതിക പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബിഗ് മാൾ ഓഡിറ്റോറിയത്തിലാണ് പരിശീലന ക്ലാസ് നടന്നത്. ഓൾ ഇന്ത്യ ഹാജീസ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി ആതിഥ്യമരുളുന്ന ഹജ്ജാജിമാർക്കുള്ള സാങ്കേതിക പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബിഗ് മാൾ ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് നടന്നത്. ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം അപേക്ഷ കൊടുക്കുന്നത് മുതൽ ഇന്ന് നിങ്ങൾ തിരിച്ച് എത്തുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ ഹാജീസ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് സാധ്യമാവും. അതിനുള്ള പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഇവരുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ എനിക്കും ഒരവസരം ഉണ്ടായി. കാരണം ഹജ്ജ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ എന്ന നിലയിൽ ഞങ്ങളും 2 MLA-മാരും സൗദി സന്ദർശിച്ചു. KMCCയുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് സൗദിയിൽ സന്ദർശിച്ചു. ആ സമയത്ത് ഉംറ നിർവഹിക്കാൻ കിട്ടിയ ഒരു അവസരത്തിലാണ് അവിടെയുള്ള KMCCയുടെ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു. പലരും ഈ KMCC വളണ്ടിയർമാരിൽ പലരും അതും സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ, എന്നിരുന്നാലും പോലീസ് മൗനാനുവാദം നൽകിക്കൊണ്ട് അവർക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകിക്കൊണ്ടായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ ഭയപ്പെട്ടുകൊണ്ടും. ചീഫ് കോർഡിനേറ്റർ PM സലാം ആമുഖ പ്രഭാഷണവും ജനറൽ സെക്രട്ടറി മുജീബ് റഹ്മാൻ പുത്തലത്ത് ക്ലാസുമെടുത്തു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ബഷീർ വെള്ളിക്കോത്ത് അധ്യക്ഷത വഹിച്ചു. C. കുഞ്ഞഹമ്മദ് ഹാജി പാലക്കി, A. ഹമീദ് ഹാജി, MP ജാഫർ, PM ഫാറൂഖ്, T. അബൂബക്കർ ഹാജി, KK ബദ്രുദ്ദീൻ, റസാഖ് തായലക്കണ്ടി എന്നിവർ സംസാരിച്ചു. ഓൾ ഇന്ത്യ ഹാജീസ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് KEA ബക്കർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിയൻ പാലക്കി ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിന്റെ അന്നദാന മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഡോക്ടർ KP പ്രഭാകര ഷേനായി ഉദ്ഘാടനം നിർവഹിച്ചു. മടിയൻ പാലക്കി ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിൽ പുതുതായി പണി കഴിപ്പിച്ച അന്നദാന മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഡോക്ടർ KP പ്രഭാകര ഷേനായി ഉദ്ഘാടനം നിർവഹിച്ചു. ആ കാലഘട്ടം മുതൽ തന്നെ ശ്രീ കമാലായിട്ടും ശ്രീ നാരായണനായിട്ടുള്ള ബന്ധം കൊണ്ട് മാത്രമാണ് എനിക്ക് ഇതുമായിട്ട് സഹകരിക്കാൻ സാധിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു മണ്ഡപം ഇവിടെ നിർമ്മിക്കാൻ സഹകരിച്ച എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കറിയാം, ഈ കാലഘട്ടം നമ്മളെ പ്രധാനുഷ്ഠാന സമയമാണ്. എല്ലാവരും ഭക്തിയോടെയും നല്ല മനസ്സോടും കൂടിയിട്ടാണ് ഈ നവരാത്രി ദിനങ്ങൾ കൊണ്ടാടുന്നത്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുമുള്ള പല ക്ഷേത്രങ്ങളും ഇന്ന് ഈ നവരാത്രി വിവിധ പരിപാടികൾ ആഘോഷിക്കുന്ന വേളയിൽ നമുക്കും ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാൻ സാധിച്ചതിൽ ദൈവാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു.
ക്ഷേത്രം രക്ഷാധികാരി വി കമാരൻ അധ്യക്ഷത വഹിച്ചു. മടിയൻകുലം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വി എം ജയദേവൻ, ദുർഗാക്ഷേത്രം പ്രസിഡന്റ് വി നാരായണൻ, മാതൃസമിതി പ്രസിഡന്റ് കെ വി ലക്ഷ്മി, ജോയിന്റ് സെക്രട്ടറി കെ വി ആശാലത, ഗജാൻജി വി സരോജിനി, ജനാർദ്ദനൻ കോട്ടപ്പാറ എന്നിവർ സംസാരിച്ചു. ദുർഗാക്ഷേത്രം സെക്രട്ടറി വി സതീശൻ സ്വാഗതവും പി അശോകൻ നന്ദിയും പറഞ്ഞു. ക്ഷേത്രത്തിലേക്ക് കുഞ്ഞികൃഷ്ണൻ പാലക്കി സംഭാവന ചെയ്ത ഗ്യാസ് അടുപ്പും സിലിണ്ടറും ക്ഷേത്രം രക്ഷാധികാരി വി കമാരൻ ഏറ്റുവാങ്ങി. ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച ഹരിശ്രീ കുറിക്കൽ, മഹാപൂജ, അന്നദാനം, അലങ്കാര പൂജ, പ്രസാദ വിതരണം എന്നിവ നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലെ വനിതാ ലീഗിന്റെ നിലവിലെ കമ്മിറ്റിയിലെ ഒഴിവുകൾ നികത്തി പുനഃസംഘടിപ്പിച്ചു. യോഗം ജില്ലാ പ്രസിഡന്റ് മുംതാസ് സമീറ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ എല്ലാ ശാഖാ കമ്മിറ്റികളും വനിതാ ലീഗ് പ്രവർത്തകരും സജീവമായി രംഗത്തിറങ്ങണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. യോഗം ജില്ലാ പ്രസിഡന്റ് മുംതാസ് സമീറ ഉദ്ഘാടനം ചെയ്തു. തട്ടമിട്ട പെണ്ണുങ്ങളെ പുറത്തിറങ്ങാൻ പ്രേരിപ്പിച്ച അവരെ സമൂഹത്തിന്റെ ഇടയിൽ പ്രവർത്തനം നടത്തുവാൻ നമ്മളെ കൊണ്ടുവന്നത് നമ്മുടെ പാർട്ടിയാണ് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടിയുള്ള പ്രവർത്തനമായിരിക്കണം നമ്മൾ നടത്തേണ്ടത്. ആയിഷ അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി നജ്മ ഖാദർ, മണ്ഡലം ട്രഷറർ ആയിഷ ഇക്ബാൽ, മുസ്ലിം ലീഗ് നേതാക്കളായ ടി എം ഇക്ബാൽ, കെ എ അബ്ദുള്ള കുഞ്ഞി, അൻവർ ചെരങ്കൈ, സിദ്ദിഖ് ബേക്കൽ, പി എം കബീർ, മുഹമ്മദ് കുന്നിൽ, നൂറുദ്ദീൻ കോട്ടക്കുന്ന്, കരീം ചൌക്കി, എം എ നജീബ് എന്നിവർ പ്രസംഗിച്ചു. അസ്മിന ഷാഫി സ്വാഗതവും ഷായില ഇംതിയാസ് നന്ദിയും പറഞ്ഞു. ഭാരവാഹികളായി ആയിഷ അബ്ദുൾ റഹ്മാനെ പ്രസിഡന്റായും, ഷായില ഇംതിയാസിനെ ജനറൽ സെക്രട്ടറിയായും, അസ്മിന ഷാഫിയെ വർക്കിംഗ് സെക്രട്ടറിയായും, സെമീന സിദ്ദിഖ് ബേക്കലിനെ ട്രഷററായും, സുഹറ കരീം, അർഫാന എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, ഖദീജ അബ്ദുൾ ഖാദർ, സമൂന ബണ്ടി എന്നിവരെ സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഹാനവമി വിജയദശമി ആഘോഷലഹരിയിലാണ് നാടും നഗരവും. വിദ്യാരംഭ ചടങ്ങുകൾക്കായി വിപുലമായ ഒരുക്കം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പ്രസിദ്ധമായ ദേവിയുടെ പുഷ്പരഥോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. 19 വയസ്സുകാരിയെ കാണാതായെന്ന കേസിൽ സിദ്ധൻ പിടിയിൽ. വിദ്യാനഗർ സ്വദേശി അബ്ദുൾ റഷീദിനെയും യുവതിയെയും കർണാടക വിരാജ്പേട്ടയിൽ നിന്നാണ് ഹോസ്തർ പോലീസ് പിടികൂടിയത്. നെൽകൃഷിയിൽ വിജയഗാഥയുമായി 90ന്റെ പടിവാതിലെത്തിയ എടാട്ടുമല്ലെ മാമുനി കല്യാണിയമ്മ. ഉപ്പുവെള്ളം കയറി കൊയോങ്കര പാടശേഖരത്തിലെ എടാട്ടുമലിൽ ഉൾപ്പെടെ കർഷകരെ കണ്ണീരിലാഴ്ത്തിയപ്പോൾ കല്യാണിയമ്മ പൊരുതി നേടിയ നെൽക്കതിർ സ്വർണ്ണവർണ്ണമണിഞ്ഞ് നിൽക്കുന്ന കാഴ്ച ആരെയും ആകർഷിക്കും. കാസർഗോഡ് ജില്ലാ ക്ഷീരസംഗമം വെള്ളിയാഴ്ച പെർല ഇടിയടുക്ക ശ്രീ ക്ഷേത്ര അന്നപൂർണ ഹാളിൽ നടക്കും. ക്ഷീരവികസന വകുപ്പിന്റെയും ജില്ലയിലെ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും നേതൃത്വത്തിലാണ് സംഘടിപ്പിക്കുന്നത്. CITU അജാനൂർ പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. അടോട്ട് AKG മന്ദിരത്തിലാണ് കൺവെൻഷൻ നടന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.